ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഇലക്ട്രിസിറ്റി വർക്ക് നമ്മളതിൻ്റെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൊഡ്യൂൾ 1 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൊഡ്യൂൾ 1 നിന്ന് വരുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് PYQ, ഇപ്പോൾ ലേറ്റസ്റ്റ് കഴിഞ്ഞ PYQയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഇപ്പോൾ 2026 നടന്ന രണ്ട് എക്സാംസിൻ്റെ PYQ ആണ് നമ്മൾ നോക്കുന്നത്. ഇതുപോലെ നമ്മൾ ഓരോ മൊഡ്യൂൾ കഴിയുമ്പോഴും PYQയുടെ ഡിസ്കഷൻ ഉണ്ട്. സോ ഇനിയും ക്ലാസ്സിൽ ജോയിൻ ആവാത്തവർ ജോയിൻ ആവൂ. സിലബസ് ഓറിയൻ്റായിട്ട് പഠിച്ചു തുടങ്ങും. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മൾ ക്ലാസ്സസ് ഒക്കെ അവൈലബിൾ ആണ്. മൊഡ്യൂൾ 1ൻ്റെ ബേസിക് ഇലക്ട്രിസിറ്റിയുടെ ഒരു മൊഡ്യൂൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു PYQ ഡിസ്കഷനാണ്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ 2025 നടന്ന ഒരു നമ്മുടെ സിലബസ് ഓറിയൻ്റായിട്ട് വരുന്ന നമ്മുടെ ലൈൻമാൻ്റെ എക്സാം, അതിൻ്റെ ഒരു ഡിസ്കഷനാണ്. PYQ ഡിസ്കഷൻ വീഡിയോ ആണ്. കാറ്റഗറി നമ്പർ 152/2025 ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് സോളിഡ് കണ്ടക്ടർ കമ്പയർഡ് ടു സ്ട്രാൻഡഡ് കണ്ടക്ടർ? ഓക്കെ, നമ്മൾ കണ്ടക്ടേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ തിയറി ക്ലാസ്സിൽ പഠിച്ചു. എന്താണ് കണ്ടക്ടർ, ഇൻസുലേറ്റർ, ടൈപ്സ് ഓഫ് കണ്ടക്ടർ, ഓക്കെ, അതൊക്കെ നോക്കി. അപ്പോൾ ഇത് ഡിസഡ്വാൻറ്റേജ് ആണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഈസ് ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് സോളിഡ് കണ്ടക്ടർ compared to standard conductor? Less rigidity, less flexibility, low melting point, low mechanical strength. ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ് വരുന്നത്, ലെസ് ഫ്ലെക്സിബിലിറ്റി. ഓക്കെ, ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, ലെസ് ഫ്ലെക്സിബിലിറ്റി. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ടെസ്റ്റ് ഈസ് ലൊക്കേറ്റ് ദ ഫോൾട്ട് ഇൻ അണ്ടർഗ്രൗണ്ട് കേബിൾസ്? ഓക്കെ, അപ്പോൾ നമ്മുടെ സിലബസിൽ നമുക്ക് കേബിൾസിനെ കുറിച്ച്, ടൈപ്സ് ഓഫ് കേബിൾസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി നോക്കി എന്താണ് വാട്ട് ആർ ടൈപ്സ്, വാട്ട് ഇസ് എ കേബിൾ, അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ, അതിൻ്റെ ഒരു വീഡിയോ ക്ലാസ്സൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് പഠിച്ചായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് കേബിൾസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കുന്നത് അണ്ടർഗ്രൗണ്ട് കേബിൾസിൽ നമ്മൾ വിച്ച് ടെസ്റ്റ് ഈസ് കണ്ടക്റ്റഡ് ടു ലൊക്കേറ്റ് അണ്ടർഗ്രൗണ്ട് കേബിൾസിലുണ്ടാകുന്ന ഫോൾട്ട് നോക്കാൻ വേണ്ടി നമ്മൾ ഏത് ടെസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്? ലൂപ്പ് ടെസ്റ്റ്, എക്സ്റ്റേണൽ ഗ്രൗളർ ടെസ്റ്റ്, ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ടെസ്റ്റ്, ഇൻസുലേഷൻ റെസിസ്റ്റൻറ്റ് ടെസ്റ്റ്. ഏതായിരിക്കും? ഇറ്റ് ഈസ് ഓപ്ഷൻ എ ആണ് വരുന്നത്, ലൂപ്പ് ടെസ്റ്റ്. ഓക്കെ, ഓപ്ഷൻ എ ലൂപ്പ് ടെസ്റ്റ് ആണ് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ലൂപ്പ് ടെസ്റ്റ്. അടുത്ത ദിവസം നോക്കൂ. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ്? നമ്മൾ റെസിസ്റ്റൻസിൻ്റെയും നമുക്ക് സിലബസിൽ പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ കണ്ടു, പഠിച്ചു. ഇനി വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഇൻസുലേഷൻ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണ്? ഓം, കിലോ ഓം, മില്ലി ഓം, മെഗാ ഓം. യൂണിറ്റൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങളത് ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കൂ. എന്തായാലും നിങ്ങൾക്ക് യൂണിറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് എന്തായാലും പരീക്ഷയ്ക്ക് കാണും. ഓക്കെ, ഏതാണ് വരുന്നത്? ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ആകുമ്പോൾ ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി, മെഗാ ഓം ആണ് വരുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി, മെഗാ ഓം. ഓപ്ഷൻ ഡി, മെഗാ ഓം. അടുത്ത ദിവസം നോക്കൂ. വിച്ച് ഈസ് ദ സെമി കണ്ടക്ടർ മെറ്റീരിയൽ? ഇപ്പം നമ്മൾ സിലബസിൽ ടൈപ്സ് ഓഫ് കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ് അതൊക്കെ തിയറി നോക്കിയായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്, ഇതിൻ്റെ അകത്ത് ഇതിലേതാണ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ ഏതാണ്? യുറേക്ക, എബണൈറ്റ്, മാഗ്നാനിൻ, ജെർമേനിയം. ഓക്കെ, നമ്മൾ സെമി കണ്ടക്ടറിൻ്റെ എക്സാമ്പിൾസും അതുപോലെ തന്നെ കണ്ടക്ടറിൻ്റെ എക്സാമ്പിൾസും ഇൻസുലേറ്ററിൻ്റെ എക്സാമ്പിൾസ് എല്ലാം നോക്കിയായിരുന്നു. അപ്പോൾ ഇതിൽ ഏതാണ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി, ജെർമേനിയം. അല്ലേ, ജെർമേനിയം ആണ് നമ്മുടെ സെമി കണ്ടക്ടർ മെറ്റൽസിന് എക്സാമ്പിൾ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ലോ സ്റ്റേസ് ദാറ്റ് ഇൻ എ ക്ലോസ്ഡ് ഇലക്ട്രിക് സർക്യൂട്ട് ദ അപ്ലൈഡ് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു സം ഓഫ് ദി വോൾട്ടേജ് ഡ്രോപ്സ്? നമ്മുടെ സിലബസിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളൊരു ലോയാണ്. ഓംസ് ലോ ഉണ്ട്, കിർച്ചോഫ് ലോസും ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ തിയറി സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുക. ഓംസ് ലോൻ്റെ ചെറിയ പ്രോബ്ലംസ് നോക്കുക. ജസ്റ്റ് നമ്മൾ ഡിവൈഡ് ചെയ്യാനുള്ള ഹിൻഡ് ചെയ്യാൻ വരുന്ന ചെറിയ പ്രോബ്ലംസ് നോക്കിയാൽ മതിയാവും. അപ്പോൾ നമുക്ക് അത് നോക്കാം, എന്താണ് ഓംസ് ലോ. ഇപ്പോൾ അതുപോലെ തന്നെ കിർച്ചോഫ് വോൾട്ടേജ് ലോ, അതിന് നമ്മളൊരു വീഡിയോ ക്ലാസ് ഉണ്ട്, വോൾട്ടേജ് ലോയും കറണ്ട് ലോയും. അപ്പോൾ ഇതിൽ ഏത് ലോയാണ് ഒരു ക്ലോസ്ഡ് ഇലക്ട്രിക് സർക്യൂട്ടിൽ അപ്ലൈഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഈക്വൽ ടു സം ഓഫ് ദി വോൾട്ടേജ് ഡ്രോപ്സ് എന്ന് പറയുന്നത്? ഏത് ലോ ആണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ സി ആണ്, കിർച്ചോഫ് എന്താണ് വോൾട്ടേജ് ലോയാണ് വരുന്നത്. ഓപ്ഷൻ സി, കിർച്ചോഫ് വോൾട്ടേജ് ലോ. ഓക്കെ, കിർച്ചോഫ് വോൾട്ടേജ് ലോയാണ് വരുന്നത്, ഓപ്ഷൻ സി. ഇനി അടുത്ത നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ദ ചേഞ്ച് ഓഫ് റെസിസ്റ്റൻസ് വാല്യൂ ഓഫ് ദി കണ്ടക്ടർ ആസ് ഇറ്റ്സ് ഡയമീറ്റർ ഈസ് ഡബിൾഡ്? അപ്പോൾ ഇതൊരു കോൺസെപ്റ്റ് വൈസ് ക്വസ്റ്റ്യൻ ആണ്. അതും നിങ്ങൾക്ക് എക്സാമിൽ ചിലപ്പം ചോദിക്കും. കൂടുതലും നിങ്ങൾക്ക് ഇങ്ങനത്തെ മോഡലിൽ ചിലപ്പോൾ ചോദിക്കത്തുള്ളൂ. എന്നാലും നിങ്ങൾ അറിഞ്ഞിരിക്കുക, ചോദിച്ചാൽ നമ്മൾ വിട്ട് കളയണ്ടല്ലോ. ഓക്കെ, ഇത് വാട്ട് ഈസ് ദ ചേഞ്ച് ഓഫ് റെസിസ്റ്റൻറ്റ് വാല്യൂ ഓഫ് ദി കണ്ടക്ടർ ആസ് ഇറ്റ്സ് ഡയമീറ്റർ ഡബിൾ ആവും? നമ്മൾ റെസിസ്റ്റൻസിന് എന്ത് പറ്റും? ഡയമീറ്റർ ഡബിൾ ആവും. നമ്മൾ R = ρl/A ഒക്കെ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്.
റെസിസ്റ്റൻസ് ഡബിൾ ആകുമ്പം എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇറ്റ് വിൽ ഡിക്രീസ് ടു 4 ടൈംസിലോട്ട് അങ്ങ് ഡിക്രീസ് ആവും. റെസിസ്റ്റൻസ് ഡബിൾ ആകുമ്പോൾ നമ്മുടെ ഇക്വേഷൻസ് അനുസരിച്ച് ഇതെന്താവും? ഡിക്രീസസ് ടു 4 ടൈംസ്. ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ദിവസം നോക്കൂ. വിച്ച് മെറ്റീരിയൽ ഈസ് ഹാവിങ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ പ്രോപ്പർട്ടി? ഇപ്പം നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻറ്റിൻ്റെ വീഡിയോസൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഏത് മെറ്റീരിയലിനാണ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ? അപ്പോൾ നിങ്ങൾ എക്സാമ്പിൾ പഠിച്ചു വയ്ക്കുക. ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ എ കാർബൺ. നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് പ്രോപ്പർട്ടി ഉള്ള ഏതാണ്? ഓപ്ഷൻ എ കാർബൺ. ഓപ്ഷൻ എ കാർബൺ. ഓക്കെ, അടുത്ത ദിവസം നോക്കൂ. വിച്ച് വൺ ഡിഫൈൻസ് ദ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഇൻ ഓം പെർ ഡിഗ്രി സെൻറ്റിഗ്രേഡ്? പെർ ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഓപ്ഷൻ ഏതൊക്കെയാണ്? പെർ ഡിഗ്രി ഏത് കോൺസെപ്റ്റിനാണ് നമ്മൾ പറയുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ്. എന്താണ്? ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ്. വൺ ഡിഫൈൻസ് ദി ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഇൻ ഓം പെർ ഡിഗ്രി സെൻറ്റിഗ്രേഡ്. അപ്പോൾ നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരാം, എല്ലാം ടെമ്പറേച്ചർ ആയതുകൊണ്ട്. ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി ആണ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ദ ഫോർമുല ഫോർ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി? എപ്പോഴും ചോദിക്കുന്നതാണ്, കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ഫോർമുല ഫോർ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി: കറണ്ട് ഇൻറ്റു ടൈം, വോൾട്ടേജ് ഇൻറ്റു കറണ്ട്, കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്, വോൾട്ടേജ് ഇൻറ്റു റെസിസ്റ്റൻസ്. ഇറ്റ് ഈസ് ഓപ്ഷൻ എ ആണ്, കറണ്ട് ഇൻറ്റു ടൈം. ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റിയുടെ ഫോർമുല എന്താണ്? കറണ്ട് ഇൻറ്റു ടൈം. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ദി യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി? റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ്. ഇതും കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ഓം പെർ സെൻറ്റിമീറ്റർ, ഓം പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ, ഓം മീറ്റർ, ഓം പെർ മീറ്റർ. യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റി R = ρL/A. ഈ ഇക്വേഷൻ നിങ്ങൾ പഠിക്കുക കേട്ടോ. ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് തന്നെ ചോദിക്കാറുണ്ട്. R = ρL/A എന്നാണ് ഇക്വേഷനിൽ പഠിക്കുക. ഇതിൽ റോയാണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. റോ = എന്താണ്? RA/L എന്ന് വരും. അതും പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എന്താണ്? റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്താണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ സി ആണ്, ഓം മീറ്റർ. എന്താണ്? ഓപ്ഷൻ സി, ഓം മീറ്റർ ആണ് റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ്. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്താണ്? ഓം മീറ്റർ. ഓം മീറ്റർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ. ഫസ്റ്റ് കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ 2025 നടന്ന ഒരു എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതുപോലെ നമുക്കിപ്പോൾ 2026 നടന്നൊരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ. അതിലെയും നമ്മുടെ 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു ന്യൂ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. നോക്കാം, ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത് തന്നെയാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫോൾസ്? ഇതിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഫോൾസ്. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഫോൾസ് ആയിട്ട് വരുന്നത് ഏതാണ്? ഫസ്റ്റ് നോക്കൂ. മെറ്റൽസ് ആർ ഗുഡ് ഇലക്ട്രിക് കണ്ടക്ടേഴ്സ്. ഇലക്ട്രോൺസ് ഫ്ലോ ഫ്രം നെഗറ്റീവ് ടെർമിനൽ ടു പോസിറ്റീവ് ടെർമിനൽ. കൺവെൻഷണൽ കറണ്ട് ഫ്ലോ ഈസ് അസ്യൂംഡ് ആസ് നെഗറ്റീവ് ടു പോസിറ്റീവ്. കോപ്പർ ഈസ് മോർ കണ്ടക്റ്റീവ് ദാൻ സിൽവർ. അപ്പോൾ ഇതിൽ ഏതാണ് തെറ്റായിട്ടുള്ളതെന്ന് ചോദിച്ചിട്ടുള്ളത്. ഏതായിരിക്കും തെറ്റായിട്ട് വരുന്നത്? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ് വരുന്നത് കേട്ടോ. 3ഉം 4ഉം ആണ് ഇതിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അതായത് എന്തായിരിക്കും? കൺവെൻഷണൽ കറണ്ട് ഫ്ലോ ഈസ് അസ്യൂംഡ് ആസ് നെഗറ്റീവ് ടു പോസിറ്റീവ്. തെറ്റാണ്. പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്. കോപ്പർ ഈസ് മോർ കണ്ടക്റ്റീവ് ദാൻ സിൽവർ. അതും തെറ്റാണ്. അപ്പം ഓപ്ഷൻ ബി ആണ് വരുന്നത്. അടുത്ത ദിവസം നോക്കൂ. ഇഫ് ഡാഷ് ഇലക്ട്രോൺസ് പെർ സെക്കൻഡ് pass through a conductor having 1 ohm resistance with a potential difference of 1 volt causing 1 amp. ഇത് 1 ആംപിയറിനെ അവർ ഡിഫറൻഷ്യേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ എത്ര ഇലക്ട്രോൺസ് പെർ സെക്കൻഡ് ആണ്? 6.24 × 10⁻23. ഓപ്ഷൻ 23 ആണോ 18 ആണോ? ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ എ ആണ്. 6.24 × 10⁻18. ഓപ്ഷൻ എ ആണ് വരുന്നത്. ഓക്കെ, നമ്മൾ ആൻസർ വന്നിട്ട് ഓപ്ഷൻ എ ആണ്, 6.24 × 10⁻18. ഇനി അടുത്ത് നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനൊക്കെ നമ്മൾ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്. കോൺഫിഗറേഷൻ കാണാനുള്ളതല്ല. അപ്പോൾ ഈ കോപ്പർ ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ അനുസരിച്ച് ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഏതാണ്? കോപ്പറിൻ്റെ ഏതാണ് വരുന്നത്? ഇറ്റ് ഈസ് ഓപ്ഷൻ കോപ്പറിൻ്റെ അറ്റോമിക് കോൺഫിഗറേഷൻ, ഇത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയായിരിക്കും? 2, 8, 18, 1. ഓപ്ഷൻ ബി ആണ് വരുന്നത് കേട്ടോ. നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഇപ്പോൾ എത്രയായിരിക്കും അതിൻ്റെ അറ്റോമിക് നമ്പർ എന്ന്? കോപ്പറിൻ്റെ അറ്റോമിക് നമ്പർ ബി ആണ് ആൻസർ വരുന്നത്. അപ്പോൾ അറ്റോമിക് നമ്പർ എത്രയായിരിക്കും എന്ന് കമൻറ്റ് ചെയ്യൂ താഴെ. 2, 8, 18, 1 ആണ് വരുന്നത്. അപ്പോൾ എത്ര വരും? ഒന്ന് കമൻറ്റ് ചെയ്യൂ താഴെ. ഓക്കെ, അടുത്ത വിച്ച് ഓഫ് ദി ഫോളോയിങ് മെറ്റൽ ഈസ് ആൻ ഇൻസുലേറ്റർ. അപ്പോൾ നിങ്ങൾ നമ്മൾ 2 ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടു അല്ലേ, ഇൻസുലേറ്ററും സെമി കണ്ടക്ടറും കണ്ടക്ടർ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നിങ്ങൾ നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. കാരണം കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ സെമി കണ്ടക്ടർ ഏതെന്നായിരുന്നു ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പം കണ്ടക്ടർ ഏതെന്നായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ കോർത്ത് പഠിക്കുക കേട്ടോ ഓരോ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഏതാണ്? ഇറ്റ് ഈസ് ഇൻസുലേറ്ററിൻ്റെ എക്സാമ്പിൾ മൈക്കയാണ് ഇൻസുലേറ്ററിൻ്റെ എക്സാമ്പിൾ. ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി, മൈക്ക. അടുത്തതിൽ നോക്കൂ. നമ്മൾ സോൾഡറിങ്ങിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്.
ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രൂ ആയിട്ടുള്ളത്? സോൾഡറിങ്ങിന് നമ്മൾ വീഡിയോ ക്ലാസ് കണ്ട് 2 വീഡിയോ ക്ലാസ് സോൾഡറിങ് പഠിക്കാനുണ്ട്. എന്താണ് സോൾഡറിങ്, പിന്നെ ടൈപ്സിൻ്റെ ഒരു വീഡിയോ, 2 വീഡിയോ ക്ലാസ് പഠിക്കാനുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ ഞാനൊന്ന് ടാഗ് ചെയ്തിട്ടിരിക്കാം. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ പ്രൈവറ്റ് ആയിട്ടുള്ള വീഡിയോസ് അല്ല, പബ്ലിക്കിനുള്ള വീഡിയോസൊക്കെ ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഇട്ടിരിക്കുക, നിങ്ങളത് കാണും കേട്ടോ. സോൾഡറിങ്ങും നമ്മൾ കുറച്ച് വീഡിയോസ് പബ്ലിക്കായിട്ട് കൊടുത്തിട്ടുണ്ട്, മോഡൽ വീഡിയോസൊക്കെ. അതെല്ലാം ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ടാഗ് ചെയ്തിട്ടിരിക്കുക. നിങ്ങളെല്ലാം അത് കയറി കണ്ടു നോക്കൂ. ഇനിയും പഠിച്ചു തുടങ്ങാത്തവർ അഡ്മിഷൻ എടുക്കും. ഓക്കെ, പഠിച്ചു തുടങ്ങി നമ്മൾ സിലബസ് ഓറിയൻ്റായിട്ട് തന്നെ സെക്കൻഡ് മൊഡ്യൂളോട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് മൊഡ്യൂൾ നിങ്ങൾ കുറച്ച് എളുപ്പമാണ്. അപ്പോൾ സെക്കൻഡ് മൊഡ്യൂളോട് നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. ടൈം ടേബിളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടൈം ടേബിളും കാണാത്തവർ കാണും. ഇതെല്ലാം ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നമുക്ക് കോമൺ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ഗ്രൂപ്പ് ഞാൻ പറഞ്ഞു ഓൾറെഡി അത് പോയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഗ്രൂപ്പ് നമ്മൾ തുടങ്ങി. അപ്പോൾ അത് കുറേ പേർക്ക് അവയർനെസ് ഇല്ല. സോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യും. ആ കോമൺ ഗ്രൂപ്പിലാണ് നമ്മളെല്ലാ മെസ്സേജസും റാങ്ക് ലിസ്റ്റും എല്ലാം തന്നെ അതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ട്രൂ ആയിട്ടുള്ള ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് അബൌട്ട് സോൾഡറിങ് ട്രൂ ആയിട്ടുള്ളത്? ഏതാണ്? ഓപ്ഷൻ സി ആണ് പറയുന്നത്, 2ഉം 3. അതായത് എന്താണ്? ഓൺ മോൾട്ടർ സോൾഡർ ഡ്യൂ ടു റിപ്പീറ്റഡ് മെൽറ്റിംഗ് ടിൻ കണ്ടൻറ്റ് ഈസ് റെഡ്യൂസ്ഡ്. ഡിപ്പ് സോൾഡറിങ് ഈസ് യൂസ്ഡ് ഫോർ ക്വാണ്ടിറ്റി പ്രൊഡക്ഷൻ ആൻഡ് ഫോർ ടിന്നിങ് വർക്ക്. നമ്മൾ ഡിപ്പ് സോൾഡറിങ് ഒക്കെ നമ്മൾ തിയറിയിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നോക്കൂ, ഇതിൽ ശരിയായിട്ടുള്ള ഏതാണ്? ഓപ്ഷൻ സി ആണ് പറയുന്നത്. 2ഉം 3ഉം ആണ് ഇതിൽ ശരിയായിട്ടുള്ളത്. ഏതാണ്? 2ഉം 3ഉം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഇൻ സിലിക്കൺ ആൻഡ് ജെർമനി. ഇത് കണ്ടിന്യൂസ് ആയിട്ട് പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ കണ്ടുകൊണ്ടിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സിലിക്കണിൻ്റെയും ജെർമനിൻ്റെയും വാലൻസ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഇലക്ട്രോൺ എത്രയാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ സി. രണ്ടിൻ്റെയും എന്താണ്? 4 ആണ് വരുന്നത്. 4 and 4. ഓപ്ഷൻ സി ആണ് വരുന്നത്. 7th ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി. ഓക്കെ, ഓപ്ഷൻ സി ആണ് വരുന്നത് 7th ക്വസ്റ്റ്യൻ. ഇവിടെ 7th. ഓക്കെ, ഇറ്റ് ഈസ് ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഫോർ എ സെമി കണ്ടക്ടർ. അടുത്ത 8th ക്വസ്റ്റ്യൻ. 7th ക്വസ്റ്റ്യൻ എന്താ വരുന്നത്? അപ്പോൾ ഓപ്ഷൻ സി കിട്ടി 7th ക്വസ്റ്റ്യൻ. ഇനി അടുത്ത 8th ക്വസ്റ്റ്യൻ ഏതായിരിക്കും? ഒരു സെമി കണ്ടക്ടറിലെ റെസിസ്റ്റൻസിൻ്റെയും ടെമ്പറേച്ചറിൻ്റെയും ഇക്വേഷനാണ് ചോദിച്ചിട്ടുള്ളത്, ഒരു റിലേഷൻ. ഒരു സെമി കണ്ടക്ടറിലാണെങ്കിൽ റെസിസ്റ്റൻസ് കൂടുമ്പം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കുറയുമ്പം ടെമ്പറേച്ചർ കൂടും, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ഓപ്ഷൻ ഇതിലേതാ വരുന്നത്? ഓപ്ഷൻ സി ആണ് വരുന്നത്. 8th ക്വസ്റ്റ്യൻ സി. റെസിസ്റ്റൻസ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. റെസിസ്റ്റൻസ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്ന 2 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ. നമ്മൾ ഗ്രൂപ്പിൽ ഓൾറെഡി പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നമ്മൾ അയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളതൊക്കെ നോക്കുക. ഇനിയും പഠിച്ചു തുടങ്ങാത്തവർ പഠിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നല്ല ഇഷ്ടംപോലെ വേക്കൻസി വരുന്നൊരു പോസ്റ്റാണ് മസ്തൂർ പോസ്റ്റ്. ഓക്കെ, KSEBിയുടെ മസ്തൂർ പോസ്റ്റ്. സോ നിങ്ങൾക്ക് സമയമില്ലാത്തവർക്ക് ചിലപ്പം തിയറി ഒന്നും കണ്ടുകൊണ്ടിരിക്കാൻ സമയമില്ല, എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം മതി എന്നുള്ളവർക്ക് മെസ്സേജ് ചെയ്യാം. ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ മാത്രമായിട്ട് നമുക്ക് ഗ്രൂപ്പ്സ് അവൈലബിൾ ആണ്. ഓൺലി ഫോർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പേപ്പർ മാത്രമുള്ള ഗ്രൂപ്പും അവൈലബിൾ ആണ്. നോട്ട്സും ക്വസ്റ്റ്യൻ പേപ്പറും മാത്രമുള്ള ഗ്രൂപ്പ് അവൈലബിൾ ആണ്. ഫുൾ ക്ലാസ് ഉള്ള ഗ്രൂപ്പും അവൈലബിൾ ആണ്. അപ്പോൾ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.